وسلم عليه صاحب البراق ورفرف على رسول الله صلوات تحيات عليه السلام صلوات تسليم على حميم زمرا زمرا ترهيب تربية عليه السلام بدا بدر الهدى نورا يطفي نار الكفر فلما بدا في دين الهدى والسلام صلوات تسليم على حميم زمرا زمرا ترهيب تربية عليه السلام شهد الجمال وضب حيثما استوى بدر مدينة شفاء أنت رسول الله والسلام صلوات تسليم على حامٍ زمرا زمرا ترهيب ترضية عليه السلام ضمين الضبية حتى ترجع لمن اصطاد سريعا ضمان النبي وافت عليه سلام صلوات تسليم على حامٍ زمرا زمرا ترهيب ترضية عليه السلام قد ورم القدم بطول العمل قياما ديدنا لله قد غفر ذنوب للحبيب سلام صلوات تسليم على حميم زمرا زمرا ترهيب ترضية عليه السلام خروج دين الإسلام قد قربا خذوه فغلوه أيها البراء أسكن إلهي جنات الفردوس بحق طه المصطفى القريشي صلوات تسليم على حامٍ زمرا زمرا ترهيب ترضية عليه السلام عليه السلام عليه السلام الحمد لله അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദ്ഹിന്റെ പൂർണ്ണമായ മുന്തിയ മിസ്ലു സവാബ് പ്രിയപ്പെട്ട സാദാത്ത് തങ്ങളുടെയും പ്രിയപ്പെട്ട ഫാത്തിമത്ത് ഹഫീസ മോളുടെയും ഖബറിലേക്ക് എത്തിച്ചു കൊടുത്ത് അല്ലാഹുവേ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്തിനാൽ എല്ലാവിധ മദതും സഹായവും പൊരുത്തവും അവർക്ക് നൽകി അവരുടെ ഖബർ നീ സ്വർഗത്തിൻ്റെ ആരാമമാക്കണേ റഹ്മാനെ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. എല്ലാ സന്തോഷങ്ങളും അവരുടെ ഖബറിൽ നീ നൽകണേ റഹ്മാനെ. മരണപ്പെട്ട ആളുടെ പേരിൽ ഒരുമിച്ച് കൂടലും
അവരുടെ പേരിൽ ഖുർആനോദലും ദിക്ർ ചൊല്ലലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയലുമെല്ലാം വലിയ പുണ്യവും അവർക്ക് ഖബറിൽ വലിയ ഉപകാരവുമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിലും ബഹുമാനത്തിലും അല്ലാഹു നമ്മിൽ നിന്ന് പൂർണ്ണമായി ഖബൂൽ ചെയ്യട്ടെ. മരണപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഖബറിൽ നീന്തലറിയാതെ ഒരാൾ വെള്ളത്തിൽ വീണാൽ അയാൾക്കുണ്ടാകുന്ന അവസ്ഥ ഏതുപോലെയാണോ അതുപോലെയായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീന്തലറിയാത്ത ഒരാൾ വെള്ളത്തിൽ വീണാൽ ഒരു കഷ്ണം കയറ് കിട്ടിയാൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് പോലെ ഖബറാളി ആരെങ്കിലും ഒരു യാസീൻ ഓതിയിരുന്നെങ്കിൽ, ഒരു ഫാത്തിഹ ഓതിയിരുന്നെങ്കിൽ, ഒരു ഖുർആൻ എനിക്ക് ഓതിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നുവെന്ന് ചിന്തിക്കുമത്രേ. ആ രൂപത്തിൽ ഖബറാളി ആഗ്രഹിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് മുത്തു മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമെല്ലാം ഒരുമിച്ചുകൂടി ധാരാളം ഖുർആനും പരിശുദ്ധമായ മദ്ഹും ദിക്റും സ്വലാത്തും എല്ലാം ആ പൊന്നുമോളുടെയും പ്രിയപ്പെട്ട സാദാത്ത് തങ്ങളുടെയും ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുമ്പോൾ അത് അവരുടെ ഖബറിൽ വലിയ ഉപകാരമാകും. ഖബറിലേക്ക് ഒരാൾ ഹദിയ ചെയ്താൽ അത് ഖബറിൽ എത്തുമെന്നുള്ളതിൽ ലോകത്തൊരു അയിമ്മത്തിനും ഒരു പണ്ഡിതനും തർക്കമില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അത് ഹദിയ ചെയ്യണമെന്നില്ല, ഓതിയാൽ തന്നെ മതിയെന്നും ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഓതിയാൽ മാത്രം പോരാ, ഇന്നാലിന്നാളുടെ ഖബറിലേക്ക് അത് ഹദിയ ചെയ്യുന്നു എന്ന് കരുതണം എന്ന ഒരു തർക്കമല്ലാതെ മറ്റൊരു അയിമ്മത്തിൻ്റെ ഇടയിലും ഖുർആൻ ഓതിയാൽ അത് ഖബറിലേക്ക് എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൻ്റെ അടുക്കലൂടെ പോകുമ്പോൾ രണ്ട് ഖബറാളികൾ ശിക്ഷിക്കപ്പെടുന്നത് കാണുകയും ആ രണ്ട് ഖബറിൻ്റെ രണ്ട് ഭാഗങ്ങളിലായി ഈത്തപ്പന മരത്തിൻ്റെ പച്ചത്തണ്ട് നട്ടുപിടിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ ചരിത്രങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ അചേതന വസ്തുവായ ഒരു ഈത്തപ്പനയുടെ തണ്ട്, ആ തണ്ട് ചൊല്ലുന്ന ദിക്റിന്റെ പ്രതിഫലം ഖബറിലേക്ക് എത്തുമെന്നാണല്ലോ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ മരണപ്പെട്ട് ഖബറടക്കി വരുമ്പോൾ രണ്ട് ഭാഗത്തും ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണ്. അചേതന വസ്തുവായ ഒന്നിനും കഴിവില്ലാത്ത ആ ഇലകൾ ചൊല്ലുന്ന ദിക്റിന്റെ പ്രതിഫലം ആ ഖബറിലേക്ക് എത്തുമെങ്കിൽ വിശ്വാസിയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ഒരു മരണപ്പെട്ട ആളുടെ ഖബറിലേക്ക് ഖുർആൻ ഓതിയാൽ, ദിക്ർ ചൊല്ലിയാൽ, സ്വലാത്ത് ചൊല്ലിയാൽ എല്ലാം അവരുടെ ഖബറിലേക്ക് എത്തും. ഇതാഖത്തുൽ ഖുബറ, ഇതാഖത്തുസ് സുഗറ എന്ന രണ്ട് ഹദിയയാണ് ഖബറിലേക്ക് പ്രധാനമായുള്ളത്. ഇതാഖത്തുൽ ഖുബറയാണ് 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്നത്. അതോടൊപ്പം തന്നെ ഇതാഖത്തുസ് സുഗറയാണ് 70,000 ദിക്ർ ഖബറിലേക്ക് ഹദിയ ചെയ്യുക. രണ്ടും നരകത്തിൽ നിന്ന് രക്ഷയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെല്ലാം അവരുടെ പേരിൽ 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. ഇവിടെ 70,000 ദിക്ർ ചൊല്ലും അല്ലേ ഇൻഷാ അല്ലാഹ്. എനിക്കാണെങ്കിൽ ഞാൻ ഇന്നലെ വയനാട്ടിലായിരുന്നു പരിപാടി. ആ പരിപാടി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോന്നതാണ്. ഇന്ന് നാദാപുരത്താണ് പരിപാടി. 2 മണിക്കുള്ള ട്രെയിന് തിരിച്ചു പോവുകയും വേണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സാദാത്ത് തങ്ങളോടുള്ള ബഹുമാനവും ആദരവുമാണ് നമ്മളിവിടെ എത്തിച്ചത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഫാത്തിമത്ത് ഹഫീസ മോള്, ആ മകളോടുള്ള സ്നേഹവുമാണ് ഇവിടെ എത്തിക്കാനുള്ള കാരണം. എല്ലാ ദിവസവും ദിക്റും സ്വലാത്തും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും ചൊല്ലി കിടന്നിരുന്ന ഒരു പൊന്നുമോളായിരുന്നല്ലോ ഹഫീസ മോള്. അല്ലാഹുവേ, ആ മകൾക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുക എന്നത് അത് വലിയൊരു സൗഭാഗ്യമാണ്. വിശ്വാസിയും അള്ളാഹു തമ്മിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു കരാറാണ്, ഒരു വലിയ മുനാജാത്താണ്. ആരും കാണാത്ത സമയത്തുള്ള ആ തഹജ്ജുദ് നിസ്കാരം അത് ആ പൊന്നുമോൾ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര വലിയ സൗഭാഗ്യമാണ്. നാളെ മഹ്ശറ വനസഭയിലെത്തുമ്പോൾ മുഖം വെളുക്കുന്ന ആളുകൾ, മുഖം നല്ല പ്രകാശിക്കുന്ന ആളുകൾ, വിചാരണയില്ലാതെ പരിശുദ്ധമായ അർശിന്റെ തണലിൽ സ്ഥാനം ലഭിക്കുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് കാരണമാകുന്ന സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ വിട്ടുകിടക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പരിചയപ്പെടുത്തിയത് അത് എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. ആ ചെറിയ 16-17 വയസ്സ് പ്രായമുള്ള സമയത്ത് നല്ല കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കാൻ അള്ളാഹു ആ മകൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, തൗഫീക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, അതെല്ലാം അള്ളാഹുവെ ആഖിറത്തിലേക്ക് വലിയ ഉപകാരമുള്ള സമ്പാദ്യമായി നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. എന്നും മദനീയത്തിൽ പങ്കെടുത്തിട്ട് ഖുർആനും ദിക്റും സ്വലാത്തും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും ഒക്കെ ചൊല്ലിയിട്ടായിരുന്നു ആ പൊന്നമോൾ കിടന്നിരുന്നത്. അതും നല്ലൊരു സ്വഭാവം തന്നെയാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ മുടങ്ങാതെ ഹദ്ദാദ് ചൊല്ലാൻ കഴിയുക എന്നത് അതും വലിയ തൗഫീഖാണ്. അല്ലാഹുവേ, അതെല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ട സാദാത്ത് തങ്ങളാണെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഈ മഹത്തായ സ്ഥാപനം അതിന് നെടുംതൂണായി പ്രവർത്തിച്ച്, മുന്നിൽ നിന്ന് പ്രവർത്തിച്ച് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച പ്രിയപ്പെട്ട തങ്ങളവറുകൾ ഭൗതികമായ ലോകത്ത് വലിയ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ വലിയ പത്രാസുകളോ ഒന്നും തങ്ങൾ ആഗ്രഹിച്ചില്ല. ആ തങ്ങളവറുകൾ പെട്ടെന്ന് റിക്ഷയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. അത് അല്ലാഹുവിൻ്റെ ഖളാ. ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. നാഥനായ റബ്ബിൻ്റെ തീരുമാനപ്രകാരം ഒരു വെള്ളിയാഴ്ച ദിവസം മരണപ്പെടുകയാണ്. അതെല്ലാം അള്ളാഹു തങ്ങൾക്ക് നൽകിയ വലിയ വെള്ളിയാഴ്ച ദിവസം മരിക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണല്ലോ. ഖബറിൽ ചോദ്യം വരെ ഇല്ലെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയ വലിയ സംഗതിയാണല്ലോ. അൽഹംദുലില്ലാഹ്, അതിനു വേണ്ടിയായിരിക്കാം തങ്ങൾ അത്രയും ദിവസം ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ അള്ളാഹു സുഖമില്ലാതെ കിടത്തിയത്. അങ്ങനെ നല്ല റാഹത്തിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം തങ്ങളവറുകളെ ലോകത്തോട് വിട പറഞ്ഞ് എല്ലാവരോടും പുഞ്ചിരിച്ച് ആരോടും വൈരാഗ്യമില്ലാതെ വിദ്വേഷമില്ലാതെ വെറുപ്പില്ലാതെ നല്ല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരക്കുട്ടിയായി ജീവിച്ച പ്രിയപ്പെട്ട തങ്ങളവറുകൾ, ആ തങ്ങളവറുകളുടെ രോഗവും മറ്റു പ്രയാസങ്ങളുമെല്ലാം പ്രിയപ്പെട്ട ഫാത്തിമ മോളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. മഹദിയായ ഉമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ലോകത്തോട് വിട പറഞ്ഞത് ഒരു വ്യാഴാഴ്ച ദിവസമാണ്. അതേ ദിവസം തന്നെയാണ് പ്രിയപ്പെട്ട ഫാത്തിമ ഹഫീദത്ത് മോളും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവേ, എല്ലാ സന്തോഷങ്ങളും ആ പ്രിയപ്പെട്ട സയ്യിദവറുകളുടെയും ഫാത്തിമ ഹഫീസ മോളുടെയും ഖബറിലേക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടിയതും ഞങ്ങളിവിടെ ചൊല്ലിയതും ഇനി ചൊല്ലാനിരിക്കുന്നതുമായ ഖുർആനും മദ്ഹും സ്വലാത്തും എല്ലാം ആ പൊന്നമോളുടെയും പ്രിയപ്പെട്ട സാദാത്ത് തങ്ങളുടെയും ഖബറിലേക്ക് വലിയ സന്തോഷമാക്കി നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അതിനുവേണ്ടി ആരെല്ലാം അധ്വാനിച്ചുവോ പ്രയാസപ്പെട്ടുവോ, ഭക്ഷണമുണ്ടാക്കുന്നവരുണ്ട്, അതിനുവേണ്ടി ഓടി നടക്കുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, ഒരുമിച്ച് കൂടിയ ധാരാളം വലിയ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, മുത്തഅല്ലിമീങ്ങൾ, നല്ലവരായ മുത്തുമൂമിനീങ്ങൾ, മുത്തുമൂമിനാത്തുകൾ എല്ലാവർക്കും വണ്ണമായ വലിയ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവരെയും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങളുടെ നേതൃത്വത്തിൽ അവിടുന്ന് നേതൃത്വം കൊടുത്ത് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണല്ലോ ഈ സ്ഥാപനം. തങ്ങൾ പോയതോടുകൂടി അനാഥമാകാൻ പാടില്ല. നമ്മളെല്ലാവരും അത് ഏറ്റെടുക്കേണ്ടവരാണ്. കഴിവിൻ്റെ പരമാവധി ഈ സ്ഥാപനത്തെ എല്ലാവരും സഹായിക്കണം, എല്ലാവരും അത് ഏറ്റെടുക്കണം, കഴിയുന്നതൊക്കെ സഹായിക്കണം. ഇതിനു വേണ്ടി വലിയ ഒത്താശ ചെയ്ത ആളാണ് നമ്മുടെ ബണ്ണൂർ അബ്ദുറഹ്മാൻ ഉമർ ഹാജി. അള്ളാഹുവെ, അദ്ദേഹത്തിന് നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, ആരോഗ്യം നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ എല്ലാ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. നിരന്തരമായി പരിപാടിക്ക് വേണ്ടി വരണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. എനിക്കതിലേറെ നിർബന്ധമുണ്ടായിരുന്നു. കാരണം ഈ മഹത്തായ പരിപാടി, വീട്ടിലൊരു നല്ലൊരു പരിപാടി സംഘടിപ്പിക്കണമെന്നും മദനിയ ഉസ്താദിനെ ആ പരിപാടിയിൽ ക്ഷണിക്കണമെന്നുമൊക്കെ ആ മകള് ആഗ്രഹിച്ചിരുന്നു. ആ മകളുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണല്ലോ. ആ മകൾക്ക് ദുനിയാവിലൊരു കല്യാണമോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു വലിയ സന്തോഷത്തിൻ്റെ സമയങ്ങളോ സഹോദരങ്ങളുടെ സന്തോഷത്തിലോ ഒന്നും പങ്കെടുക്കാൻ അള്ളാഹു അവസരം നൽകിയില്ല. എല്ലാം അള്ളാഹു നേരത്തെ അള്ളാഹു കൊണ്ടുപോയത് അതിൽ വലിയ ഖൈറുണ്ടാവും. അള്ളാഹിൻ്റെ തീരുമാനം അങ്ങനെയാണ്. വളരെ മോശമായ ദുനിയാവിൽ എത്ര കാലം ജീവിച്ചാലും എന്താണ് എന്ന് നമുക്കറിയാം. പക്ഷെ നല്ല നിലക്കുള്ള ഒരു യാത്ര, അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈമാനോടുകൂടിയുള്ള ഒരു യാത്ര, സ്വർഗം ലഭിക്കുന്ന ഒരു യാത്ര, അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത്. ആ മകളും അത് ആഗ്രഹിച്ചിരിക്കും. അങ്ങനെയായിരിക്കും ഷാബാനിൻ്റെ നല്ല ദിവസം ആദ്യത്തെ രാവ് ആ പൊന്നുമോളുടെ ഖബറിൽ വെള്ളിയാഴ്ച രാവായിരുന്നു. എല്ലാ നിലക്കും സന്തോഷങ്ങൾ ഖബറിൽ നീ വാരിച്ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനെ.
എല്ലാ നിലക്കുമുള്ള സന്തോഷത്തിൻ്റെ വീടാക്കണേ അല്ലാ. അവരുടെ മാതാപിതാക്കൾക്ക് സ്വാഭാവികമായും മരണം സംഭവിക്കുമ്പോൾ സാദാത്ത് തങ്ങളുടെ ഭാര്യ, അവരുടെ മക്കൾ, അതുപോലെ തന്നെ ഹഫീസ് മോളുടെ ഉപ്പ ഉമ്മ സഹോദരങ്ങൾ, കുടുംബങ്ങൾ എല്ലാവർക്കും വലിയ വിഷമവും പ്രയാസവും ഉണ്ടാവും. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കണ്ട ഒരു വിഷയമാണ്, ഒരാൾക്ക് അള്ളാഹു ഒരു മക്കളെ കൊടുത്തു, അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചു. ആ മക്കളെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുപോയി. മരണം സംഭവിച്ചു എന്ന് അറിഞ്ഞ ഉടനെ അയാൾ അള്ളാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹു തന്നത് അള്ളാഹു തന്നെ കൊണ്ടുപോയി എന്ന നിലക്ക് ആ വിഷയത്തിൽ സമാധാനിച്ചാൽ, അതിൽ വലിയ ക്ഷമ രേഖപ്പെടുത്തിയാൽ മലക്കുകളോട് അള്ളാഹു ചോദിക്കും, ഇന്നാലിന്നാളുടെ റൂഹ് പിടിച്ചോ? ആ പിടിച്ചു അള്ളാഹുവെ. എന്താണ് അവർ ചെയ്തത്? അവർ നല്ല റാഹത്തിലാണ്, അവർ ക്ഷമിക്കുകയാണ്, അവർ അൽഹംദുലില്ലാ പറയുകയാണ്, അവരുടെ മനസ്സിന് വലിയ പ്രയാസങ്ങളൊന്നുമില്ല എങ്കിൽ മലക്കുകളോട് അള്ളാഹു പറയും അത്രേ, അവർക്ക് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കണം. ആ വീടിൻ്റെ പേരാണ് ബൈത്തുൽ ഹംദ്. അള്ളാഹുവെ, നാളെ ഹഫീസ് മോളുടെ കുടുംബത്തിന് ആ ക്ഷമിച്ചതിൻ്റെ പേരിൽ വലിയ ബൈത്തുൽ ഹംദ് എന്ന വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വലിയ ക്ഷമ ആ പ്രിയപ്പെട്ട മോളുടെ ഏക മകളാണ്. ആ മകളുടെ ഉമ്മാന്റെ ഖൽബിലേക്ക് ധാരാളമായി നീ ഇട്ടുകൊടുക്കണേ റബ്ബേ. സാദാത്ത് തങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും ഖൽബിലേക്ക് വലിയ ക്ഷമ നീ ഇട്ടുകൊടുക്കണേ റഹ്മാനെ എന്ന് ദുആ ചെയ്ത് സൂറത്ത് യാസീൻ പാരായണം